ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മലബാർ സൈഡിലൊക്കെ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ട്. അത് അവൽ മിൽക്ക് എന്ന് പറയും. അപ്പോൾ അവൽ മിൽക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 3 പാളയംകോടൻ പഴം. ഇത് വലിയ പഴമാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. ചെറിയ പഴമാണെങ്കിൽ നിങ്ങൾ 4 എണ്ണം എടുക്കണേ. പിന്നെ വേണ്ടത് ഇതുപോലൊരു കപ്പിന് 1 കപ്പ് അവലാണ്. ഈ അവലെന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള ഒരു ടൈപ്പ് അവലാണ്. അല്ലാതെ തീരെ അങ്ങ് ഫ്ലാറ്റായിട്ട് പരന്ന ടൈപ്പ്, അങ്ങനത്തെ കനം കുറഞ്ഞതല്ല. ഇത് സ്വല്പം കട്ടിയുള്ള ടൈപ്പ് അവലാണ്. അതിനൊരു കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കണം. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ നിലക്കടല എന്ന് പറയത്തില്ലേ, അത് 2 ടേബിൾ സ്പൂൺ. ഇത് റോസ്റ്റ് ചെയ്തതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 3 ടേബിൾ സ്പൂണോ 3.5 ടേബിൾ സ്പൂണോ ഒക്കെ ആകാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ളത് നമ്മളങ്ങ് ഇട്ടാൽ മതി. ഈ അവല് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കണം. അതായത് നല്ല ക്രിസ്പി ആയിരിക്കണം. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ പൊടിയണം. അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം അവല്. അപ്പം നമുക്ക് അവലൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തുകൊണ്ട് വരാവേ. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് അവലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം ഐസ്ക്രീമും ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് നല്ലതായതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. മധുരം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ഡ്രിങ്കൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യുക. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറുകളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ശരീരത്തിനുമൊക്കെ ഇത് ഗുണം ചെയ്യുന്നതാണ്. പഴമൊക്കെ അല്ലേ. ഞാൻ ഈ അവലിവിടെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ ട്രൈ ആക്കണേ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ പൊടിഞ്ഞു വരും. ഉണ്ട്. അപ്പം ആ സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണേ. അവല് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അതങ്ങ് മാറ്റണം, അല്ലെങ്കിൽ അതിനകത്തിരുന്ന് ഒന്നും കൂടെ വീണ്ടും ഡ്രൈ ആയി പോവുക. എന്നിട്ട് നമുക്ക് ഈ കാഷ്യൂനട്ടില്ലേ, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ നിലക്കടല റോസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി രണ്ടാമത് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. ഈ കാഷ്യൂനട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കുക. അതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അവിലെടുക്കത്തില്ലേ, എന്തേരം അവിലെടുക്കണോ അതിനനുസരിച്ച് നമ്മൾ ഈ ചേരുവയുടെ ഒക്കെ വ്യത്യാസം വരുത്തണം. ഇതിപ്പോൾ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ. ഞാൻ നേരത്തെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി കാണിക്കാനേ. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പാല് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. 1 കപ്പ് പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഈ പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ സ്മാഷ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം കൊടുത്ത് ഇതൊക്കെ ഉടയ്ക്കണേ. അല്ലെ ഫോർക്കാണേലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് ഫോർക്കിനെ കാട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. കണ്ടോ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യാൻ പറ്റുമേ. ഫോർക്കാണെങ്കിൽ കുറേ കൂടെ നേരം വേണം. കണ്ടോ, 1 മിനിറ്റ് കൊണ്ട് അത് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരം എന്തേരം മധുരം വേണമെന്ന് ഓരോരുത്തർക്കും അറിയാമല്ലോ. ചിലർക്ക് മധുരം നല്ല പോലെ വേണം. അങ്ങനെയുള്ള ഒരു 3 സ്പൂൺ പഞ്ചസാര അങ്ങ് ഇട്ടേക്കണേ. പഞ്ചസാര നന്നായിട്ട് പഴുവായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ കാഷ്യൂനട്ടില്ലേ, അത് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുക. ഇത് സ്വല്പം വെച്ചേക്കണേ, ഏറ്റവും മുകളിൽ നമുക്ക് ഇടാനായിട്ട്. ഇത് കുറച്ച് ഇങ്ങനെ വെച്ചാൽ മതി, മാറ്റി വെച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെ ഇത് നിലക്കടല, അതും ഇതുപോലെ കുറച്ച് ടോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് തണുത്ത പാലാണേ, ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച പാല് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുന്ന സമയം നോക്കിക്കോണം മധുരമൊക്കെ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ടതില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോണേ. നമ്മൾ എപ്പോൾ കഴിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് വേണം ഈ അവൽ മിൽക്ക് തയ്യാറാക്കാനേ. ഈ അവിലിട്ട് കഴിഞ്ഞെങ്കിൽ വല്ലാതെ കുതിർന്നു പോയാൽ പിന്നെ അത് കഴിക്കാൻ ഒരു സുഖം കാണത്തില്ല. ഇതിപ്പം നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചേക്കുന്ന അവലാണേ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇത് അത്യാവശ്യം ഇച്ചിരി ഒരു തിക്കായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ, തീരെ ലൂസായിട്ട് കിടക്കുന്നതല്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് എല്ലായിടവും മിക്സ് ചെയ്യണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് അവൽ മിൽക്ക് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ആക്കാം. നമ്മളിത് ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പീനട്ട് റോസ്റ്റ് ചെയ്തതും പിന്നെ കാഷ്യൂ, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സമയത്ത് ആഡ് ചെയ്യാം. സ്ട്രോബെറിയുടെ സിറപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി അത് നമുക്ക് മുകളിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല, വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമോ അല്ലെങ്കിൽ സ്ട്രോബെറി ഐസ്ക്രീമോ ഒക്കെ ആണെങ്കിൽ കുറേ കൂടെ കളർഫുള്ളായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പം വാനില ഐസ്ക്രീമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തേക്കുന്നത്. അപ്പം ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ വേറെ ഫ്ലേവേഴ്സും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും ഒരു കളർഫുൾ ആയിരിക്കണമല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റ് സിറപ്പോ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വല്പം ഒന്ന് ആഡ് ചെയ്താലേ കുറേ കൂടെ കളർഫുൾ ആയിരിക്കും, എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. ഇങ്ങനെ കഴിച്ചാലും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ റിക്വസ്റ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു.